പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കോലാലംപൂർ ടവറിലോട്ട് പോവുകയാണ്, അഥവാ KL ടവർ. ഇതിൻ്റെ കാഴ്ചകളിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇതിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ പുറത്തുനിന്ന് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കൂ, നല്ല രസമുള്ള KL ടവർ നിങ്ങൾ കണ്ടോ? എത്ര രസമുണ്ടെന്നൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യൂ. ഇടൊന്ന് പറഞ്ഞതാ. നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് കയറാൻ പോകുന്നത്. എനിക്കൊരു കാര്യം പറയണ്ട്. ഈ കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ KL ടവർക്ക് വരാൻ മതി. KL ടവർക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രസം എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് അതിൻ്റെ രസം എന്താ അറിയാത്തതുകൊണ്ടാ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു മിനിയേച്ചർ KL ടവറാണ്. ഇതാണ് അതിൻ്റെ മിനിയേച്ചറിന് വലുപ്പം. അപ്പോൾ അതിൻ്റെ ശരിക്കും തോൽപ്പ് എത്ര കയറും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കണ്ടല്ലേ, കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണ്ടല്ലേ സാധാരണ. പിന്നെ ഞങ്ങൾ എസ്കുലേറ്റർ കയറാം. നിൽക്കുന്നൊക്കെ സമ്മാനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് സമ്മാനം. ഇത് നോക്കൂ, ഇതാണ് സമ്മാനം. ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചാണ് ഏത് ശരിക്കത്തെ പുല്ലാന്ന്. പ്ലാസ്റ്റിക്കും പുല്ല. പിന്നെ ശരിക്കത്തെ പുല്ലും ഒക്കെ എല്ലാണല്ലേ വലിയ പണി. അവർക്ക് വെട്ടേണ്ടിരുന്നതൊക്കെ എന്തോ ഇഷ്ടമല്ല വെട്ടാനൊക്കെ. പറഞ്ഞിട്ടെന്തോ കാര്യം. ടവറല്ലേ അത്? ട്വിൻ ടവർ അറിയാത്തൊരു കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നോക്കി വെക്കുക. അതിൽ ട്വിൻ ടവറിൻ്റെ ഒരു വീടുണ്ട്. അതൊന്ന് കണ്ടാണ് ട്വിൻ ടവർ എന്താണെന്നത്. ഇനി നിങ്ങൾക്ക് ബിഗ് വീഡിയോ കാണാനുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് കണ്ടാലും മതി, ഒരു കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് എനിക്ക് സങ്കടം വരും. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ കാര്യത്തിലോട്ട് പോവാം. നിൽക്കുന്ന അവിടേക്ക് നോക്കൂ. മെർഡേക്ക ടവർ അറിയാമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ഈ മെർഡേക്ക ടവർ. അപ്പോൾ മെർഡേക്ക ടവർ ഒന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കാം. മെർഡേക്ക ടവർക്ക് സൂം ചെയ്യും. ഇതാണ് മെർഡേക്ക ടവർ. അതിൻ്റെ ഹൈറ്റ് നോക്കൂ. ബുർജ് ഖലീഫൊക്കെ എത്ര ഹൈറ്റിയാണ്? ബുർജ് ഖലീഫ ഇതിന് കാട്ടി ഒരു ഇരട്ടി 2 ഇരട്ടി ഹൈറ്റുണ്ട്. അത്രക്ക് ആയുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് നടന്നു നോക്കാം. എനിക്ക് നല്ല സന്തോഷം വന്നിട്ട് ഞാൻ ചാടി കളിക്കാൻ എനിക്ക് നല്ല സന്തോഷമാണ്. ഇതാണ് ഞാൻ ഈ ചാടി കളിച്ച് പോകുന്നത്. ഞാനാണ് ഓടി സന്തോഷം കൊണ്ട് ഓടി നടന്ന് സന്തോഷം കൊണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ പലതും കാണുന്നുണ്ട്. പലതും എൻ്റെ റബ്ബേ, താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് വീടുണ്ട്. എന്തുമില്ല, അതിനുള്ള അവിടുന്ന് കാരണം ആള് പോവും. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ ലിഫ്റ്റ്, ഇവിടെ സ്റ്റെപ്പുകൾ കുറവാണ്. ഞാൻ എന്തായാലും സ്റ്റെപ്പിൽ കയറി കുറവായിരുന്നു. ഞാൻ പിന്നെ കളിച്ചാനൊക്കെ 1-2 വട്ടം കയറിയാണ്. പാർക്കിൽ ഇങ്ങനെ കളിച്ചാൻ വേണ്ടി സ്റ്റെപ്പ് കയറണം. വേറെ സ്റ്റെപ്പ് കയറിയിട്ടില്ല. പിന്നെ പാർക്കിങ്ങിലോട്ട് കൂടി ഇങ്ങനെ പോകുമ്പോൾ സ്റ്റെപ്പ് കയറിണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ലോക സമാധാനം അഥവാ വേൾഡ് പ്ലേസ് ഗോൺ എന്നുവെച്ചാൽ ലോക സമാധാനം. മലയിലുണ്ടായിക്കോ വായിക്കാൻ മനസ്സിലായില്ല. അടിയിൽ മലയിൽ എഴുതുന്നു. ഇത് ലോക സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൽ ഇന്ത്യൻ്റെ ഫ്ലാഗും ഉണ്ട്. എല്ലാ ഫ്ലാഗുകളുണ്ട് ഈ ലോകത്തിലുള്ള. ഇതിൽ ഹൈലൈറ്റായി മലേഷ്യയും ഇന്തോനേഷ്യയും ഹൈലൈറ്റായി കൊടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾക്കറിയേണ്ടത് കോലാലംപൂർ ടവറുടെ
മലേഷ്യയിലെ കോലാലംപൂരിൽ ബുക്കിറ്റ് നാനസ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ബൈ ബൈ. അടുത്തൊരു മാജിക് ലാമ്പായിട്ട് പിന്നെ